നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ കുട്ടിയാന ചരിഞ്ഞതിൽ അന്വേഷണം. കൂടുതൽ ഇടങ്ങളിൽ പന്നിപ്പടക്കം വെച്ചിട്ടുണ്ടോ എന്നറിയാൻ ആറളം ഫാമിൽ പരിശോധന. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം വെള്ളല്ലൂരിൽ CPM നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട് അടിച്ചു തകർത്തു. സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. പിടിയിലായത് അയൽവാസിയായ 29-കാരൻ. പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ്. കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ഒളിവിലായിരുന്ന സുഹൃത്ത് പിടിയിൽ. വിഴിഞ്ഞത്ത് വീണ്ടും കൂറ്റൻ സ്രാവ് കരക്കടിഞ്ഞു. ഭാരം 400 കിലോയോളം. സ്രാവ് ലേലത്തിൽ പോയത് 85,000 രൂപയ്ക്ക്. 2 മാസത്തിനുള്ളിൽ കരക്കടിഞ്ഞത് 10-ലധികം സ്രാവുകൾ. കടന്നൽ ഭീതിയിൽ കുരുന്നുകൾ. പാലക്കാട് മുടവന്നൂരിലെ അങ്കണവാടിയിൽ ഭീഷണിയായി കടന്നൽ കൂട്. പൊള്ളുന്ന വേനലിൽ കുടിവെള്ളമോ ഫാനോ ഇല്ലാതെ വലഞ്ഞ് കുട്ടികൾ. വിശദമായി നോക്കാം. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ചരിഞ്ഞ കുട്ടിയാനയുടെ വായിൽ പരുക്കേറ്റത് പന്നിപ്പടക്കം പൊട്ടിയെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറളം ഫാമിൽ വനം വകുപ്പ് പരിശോധന നടത്തി. കാട്ടുപന്നിയുടെ ആക്രമണം തടയാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ നമുക്കൊപ്പം ചേരുകയാണ്. സുമേഷ്, ഈ ആറളം ഫാമിൽ നടത്തിയ പരിശോധന അത് പൂർണ്ണമായോ? മറ്റെവിടെങ്കിലും കൂടുതലായ ഇടങ്ങളിൽ ഇത്തരത്തിൽ പന്നിപ്പടക്കം വെച്ചിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇനി മുന്നോട്ട് ഏത് തരത്തിലുള്ള നടപടിയുമായി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ആറളം ഫാമിൽ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ട കുട്ടിയാനക്ക് വായിൽ പരിക്കേറ്റത് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ആര്യ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇത് പന്നിപ്പടക്കം പൊട്ടിയാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് സ്ഥിരീകരണം ഇപ്പോൾ ആവശ്യമുണ്ട്. അതിന് ഒരു ഉന്നതതല യോഗം ഇന്ന് രാവിലെ മുതൽ അവിടുത്തെ പ്രദേശത്തും ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ കളക്ടറേറ്റിലും മന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഉന്നതതല യോഗം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സത്വര നടപടികൾ ആയി മുന്നോട്ട് പോകണം എന്നുള്ള വിലയിരുത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു ഉന്നതതല യോഗം കണ്ണൂരിൽ അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിലായിരിക്കും മന്ത്രി അതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണം നടത്തുക. ഇന്ന് രാവിലെ മൊകേരിയിൽ അവിടുത്തെ പ്രാദേശികമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ MLA ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു യോഗം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾ AK ശശീന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് 2 മണിക്ക് ഉന്നതതല യോഗം കളക്ടറേറ്റിൽ നടക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി ഇതുപോലെയുള്ള വന്യജീവി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സത്വരമായ നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാട്യം, മൊകേരി, അതുപോലെ തന്നെ പാനൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നുള്ളതാണ് യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം. അതിന്റെ തീരുമാനം ഇതാണ്. അതായത് ആക്രമണം കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇപ്പോ പന്നിയാണെങ്കിൽ പന്നിയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് തന്നെയാണ് ഈ ടാസ്ക് ഫോഴ്സിന്റെ ഉത്തരവാദിത്തമായി മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൊണ്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തടയാൻ സാധിക്കൂ എന്നുള്ളതാണ് സർക്കാരിന്റെയും മന്ത്രിയുടെയും വിലയിരുത്തൽ. ശരി, സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാരപ്പാറ സ്വദേശി പഴനിസ്വാമിക്കാണ് പരിക്കേറ്റത്. വാരിയലിനും കാലിനും പരിക്കേറ്റ പഴനിസ്വാമിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോത്തുമലയിലെ തോട്ടത്തിൽ നിന്നും കാരപ്പാറയിലെ കടയിലേക്ക് വരും വഴിയാണ് ആനയുടെ ആക്രമണം. കാട്ടിടവഴിയിൽ വെച്ച് പഴനിസ്വാമി ആനയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആന പിന്നിൽ നിന്ന് മുതുകിൽ ചവിട്ടി. തോട്ടത്തിലേക്ക് വന്ന തൊഴിലാളികളാണ് പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്.
പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്നാണ് തൊഴിലാളികളുടെ പരാതി. ന്യൂസ് 18 നെല്ലിയാമ്പതി. മറ്റൊരു വാർത്തയിലേക്ക് എത്തുമ്പോൾ കണ്ണൂർ മൊകേരി വള്ളിയായിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട AK ശ്രീധരന്റെ വീട് വനം മന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിച്ചു. KP മോഹനൻ MLA, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കടന്നൽ ആക്രമണ ഭീതിയിലാണ് ഒരു കൂട്ടം കുരുന്നുകൾ. പാലക്കാട് തൃത്താല മുടവന്നൂരിലെ അങ്കണവാടിയിലാണ് കടന്നൽ കൂട്ടം കൂടുകൂട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കും ജീവനക്കാർക്കും ഈ കടന്നൽ കൂട് ഭീഷണിയായി തുടരുകയാണ്. പൊള്ളുന്ന വേനലിൽ കുടിവെള്ളമോ ഫാനോ ഇല്ലാത്ത കുട്ടികളുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. പാലക്കാട് തൃത്താല 12-ാം വാർഡ് മുടവന്നൂരിലെ 18-ാം നമ്പർ അങ്കണവാടിയിലെ കുട്ടികളും ജീവനക്കാരും ഭയത്തോടെയാണ് കഴിയുന്നത്. അത്രയധികം കടന്നലുകളാണ് അങ്കണവാടിയിൽ കൂടുകൂട്ടിയിരിക്കുന്നത്. കടന്നലാക്രമണ ഭീതിയെ തുടർന്ന് അങ്കണവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി സമീപത്തെ ബാലവിഹാർ കെട്ടിടത്തിലേക്ക് മാറ്റി. കറണ്ടില്ലാത്തതിനാൽ ഇവിടെ പൊള്ളുന്ന വേനലിൽ ഫാനും കുടിവെള്ളവുമില്ലാതെ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. കടന്നലിൽ കൂടി ഞങ്ങൾ ചെന്നിട്ട് മെമ്പർക്ക് വിളിച്ചു പറഞ്ഞു. മെമ്പർ ഇതുവരെ ഈ ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കി കൂടും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ പാമ്പിനെ കണ്ടിരിക്കണം. പിന്നെ വെച്ചെങ്കിൽ ഈ കുട്ടികൾക്ക് ചൂട്ടിട്ട് ഫാനും ഇല്ല, ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം കൂടി ഇല്ല. രാത്രികാലങ്ങളിൽ കടന്നൽക്കൂട്ടങ്ങൾ സമീപത്തെ വീടുകളിലേക്കും എത്തുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെയും അധികൃതരെയും ബന്ധപ്പെടുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. അങ്കണവാടിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയും വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതിയുമുണ്ട്. ദുരവസ്ഥ നേരിടുന്ന അങ്കണവാടിയിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കളും മടിക്കുകയാണ്. വലിയൊരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ കുരുന്നുകളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. നാവായിക്കുളം സ്വദേശിയാണ് പിടിയിലായത്. പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരം വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ നോക്കുകയായിരുന്നു. പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും അയൽവാസിയുമായ 29-കാരനാണ് പിടിയിലായത്. ഇയാൾ ആറ്റിങ്ങലിലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറാണ്. പെൺകുട്ടി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മരിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നാവായിക്കുളം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് പിടിയിൽ. കോവൂർ സ്വദേശി അൽഫാനാണ് പിടിയിലായത്. മൗസയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിലായിരുന്ന അൽഫാനെ വയനാട്ടിൽ നിന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 24-നാണ് തൃശൂർ പാവറട്ടി സ്വദേശിയായ മൗസയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മറ്റു പരിക്കുകൾ ഇല്ലാത്തതിനാൽ ആത്മഹത്യയാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൗസയുടെ മൊബൈൽ ഫോൺ കാണാതായതാണ് സംശയത്തിന് ഇടയാക്കിയത്. സഹപാഠികളായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മൗസയുടെ ആൺസുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത്. മരണത്തിന് തലേദിവസം ആൺസുഹൃത്തുമായി തർക്കമുണ്ടായെന്നും മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോയെന്നും കൂട്ടുകാർ മൊഴി നൽകിയിരുന്നു. കോവൂർ സ്വദേശിയായ അൽഫാനെ പെൺകുട്ടിയുടെ മരണശേഷം കാണാതാവുകയും ചെയ്തിരുന്നു. അൽഫാന്റെ മൊബൈൽ ഫോണും അയാൾ കൈക്കലാക്കിയ മൗസയുടെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആയ നിലയിലായിരുന്നു. ഗൂഡല്ലൂരിലേക്ക് കടന്നു എന്നായിരുന്നു വിവരം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും പിതാവ് അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വയനാട് വൈത്തിരിയിൽ വെച്ച് ഇയാളെ ചേവായൂർ പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം നഗരൂർ വെള്ളല്ലൂരിൽ CPM പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. വെള്ളല്ലൂർ സ്വദേശിയും CPM വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ R രതീഷിന്റെ വീടാണ് ഒരു സംഘം അടിച്ചു തകർത്തത്. സംഭവത്തിൽ 5 പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. CPM വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം R രതീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പിക്കപ്പ് വാനിൽ മാരകായുധങ്ങളുമായി എത്തിയ 12-അംഗ സംഘം വീടിന്റെ മുൻവാതിൽ അടിച്ചു തകർക്കുകയും ജനൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയുമായിരുന്നു. സംഘം രതീഷിന്റെ അമ്മയെയും ഭാര്യയെയും മകളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. 15 മിനിറ്റോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം വധഭീഷണി മുഴക്കിയ ശേഷമായിരുന്നു മടങ്ങിയത്. ഈ സമയം രതീഷ് വീട്ടിലുണ്ടായിരുന്നില്ല.
വലിയൊരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ താഴോട്ട് വരുന്നത്. ഞാൻ താഴോട്ട് വരുന്നതിന് മുമ്പ് തന്നെ മോള് കരഞ്ഞ് മുകളിലേക്ക് വന്ന് അവളോട് താഴോട്ട് വന്നപ്പം ഹാളിലെ കതക് ചവിട്ടി തുറന്നേക്കുന്നു, ഹാളിലെ ജനൽ അടിച്ച് പൊട്ടിച്ചേക്കുന്നു, താഴെ ഉണ്ടായിരുന്ന കുറച്ച് ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചേക്കുന്നു. ചോദിച്ചപ്പോഴത്തേക്ക് നിന്റെ ഭർത്താവിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിച്ച് ഒരുപാട് മോശമായിട്ടാണ് അവർ സംസാരിച്ചത്. കീഴ്പേരൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. രതീഷ് ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത്. ഇതാണ് പ്രകോപനമെന്നാണ് സൂചന. ഈ ചുറ്റുവട്ടത്തുള്ള നമുക്കറിയാവുന്ന കുറച്ച് ആളുകൾ തന്നെ ഒരു 10-15 പേര് സംഘം ചേർന്ന ഒരു പിക്കപ്പ് വിമാനി വരെ വീട്ടിൽ കതവ് പൊളിച്ച് ജനലും അടിച്ച് പൊളിച്ച് വീടിനകത്ത് അതിക്രമിച്ച് കയറി ഈ എൻ്റെ വൈഫിനെ അടക്കം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് നടന്ന സംഭവം. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നും എനിക്ക് വ്യക്തമായ ധാരണയില്ല. ഇത് യാതൊരു പ്രകോപനവുമില്ല. നാട്ടിൽ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് നമ്മളെ വീട് തന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയും കീഴ്വഴക്കമല്ല. സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 നഗരൂർ. പാലക്കാട് കണ്ണന്നൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. കണ്ണന്നൂർ മേലേപ്പുര സ്വദേശി പ്രമോദ്, കൊടുവായൂർ സ്വദേശി ഹബീബ് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് കണ്ണന്നൂർ ജംഗ്ഷന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പ്രമോദിനൊപ്പം സ്കൂട്ടറിലുണ്ടായിരുന്ന കണ്ണന്നൂർ സ്വദേശി ഉദയകുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി ആനയിറങ്കൽ ഡാം തുറന്നു. പൊന്മുടി ജലാശയത്തിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന അണക്കെട്ടാണ് ആനയിറങ്കൽ. കൊല്ലത്ത് ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. മുണ്ടക്കൽ സ്വദേശി സുജു ഫെർണാണ്ടസ് ആണ് പിടിയിലായത്. മോഷ്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവ് വീണ്ടും അതേ ബൈക്ക് എടുക്കാൻ വന്നപ്പോഴാണ് പിടിയിലായത്. മയ്യനാട് സ്വദേശി രാജേഷിന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചതിൽ പ്രതിഷേധം. BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതീകാത്മക ശവമഞ്ചവുമായി താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. നവീകരണത്തിന്റെ പേരിൽ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് ഏറെ ദിവസങ്ങളായി. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. ഇനി പൊങ്കാല സമർപ്പണത്തിനായി 9 നാളത്തേക്കുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ ആറ്റുകാലമ്മയെ കാപ്പണിയിച്ച് കുടിയിരുത്തിയതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി നീണ്ട 9 ദിവസം ഈ കാണുന്ന ഭക്തജനങ്ങളെല്ലാം ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പിനാണ്. വരുന്ന 13-നാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. 13-ന് രാവിലെ 10:15 പൊങ്കാല സമർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പൊങ്കാല നിവേദ്യത്തിനുള്ള മറ്റു ചടങ്ങുകൾ ആരംഭിക്കും. പിറ്റേന്ന് രാവിലെ 8-ന് ദേവിയെ അകത്തെഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് നടക്കുക. രാത്രി 10-നാണ് ദേവിയുടെ കാപ്പഴിക്കുന്ന ചടങ്ങ് നടക്കുക. പുലർച്ചെ 1-ന് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ ഉത്സവ ചടങ്ങുകൾ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിലെ പൊങ്കാല സമർപ്പണത്തിലെ ഉത്സവ ചടങ്ങുകൾ അങ്ങനെ അവസാനിക്കുകയാണ്. പിന്നീട് നീണ്ട 1 വർഷക്കാലത്തേക്കുള്ള കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാലയ്ക്കായി. അമ്മ ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ട്? കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ട് എല്ലാ വർഷവും വരാറില്ല? അപ്പോൾ അതിനു മുമ്പുള്ള വ്രതം നോക്കുന്നതും അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ടല്ലോ ഇതിനു മുമ്പ്. അതൊക്കെ അനുഷ്ഠിക്കാറുണ്ട് എല്ലാ വർഷവും? എല്ലാ വർഷവും പൊങ്കാല, മണ്ടപ്പുറ്റ്, തെരളി. അമ്മ ഇത്തവണ പൊങ്കാല മക്കൾ പോവുകയുള്ളൂ. മക്കളാണ് പോയിട്ടുണ്ട് മുമ്പൊക്കെ. സുഖമില്ല. ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ടോ? സാധാരണ ഇടുന്ന പൊങ്കാല. അമ്മ ഈ വർഷം ഇടാൻ പറ്റൂല. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞേ ഇടുമെന്ന് മനസ്സിനൊരിത്. എൻ്റെ ഭർത്താവാണ് സഹായിച്ച് എല്ലാം ചെയ്ത് കൊണ്ട് തരണം. മരിച്ചുപോയി. അപ്പം ഈ വർഷം ഇടാനുള്ള ഇതില്ല. തൊഴുവാൻ വന്നു. കഴിഞ്ഞ തവണയൊക്കെ ഒരുമിച്ചായിരുന്നു എല്ലാ വർഷവും. അപ്പം ആ ഒരു മനസ്സില്ല. അതുകൊണ്ട് ഇനി അടുത്തേനെ വരും.
അതാണ് ഇവിടെ പൊങ്കാല സമർപ്പിക്കാത്ത ആളുകളാണെങ്കിലും അങ്ങനെ നിരവധി പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പൊങ്കാല സമർപ്പണത്തിനല്ലെങ്കിലും ആറ്റുകാലമ്മയെ കണ്ട് തൊഴാനായി നിരവധി പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പൊങ്കാല എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ നാളുകളാണ്. നമ്മൾ പുറമേ നിന്ന് കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ ദുഃഖകരമായ ചില വാർത്തകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ആറ്റുകാൽ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും അല്ലെങ്കിൽ ഈ ഭക്തർ അനുഭവിക്കുന്ന സന്തോഷവും അതൊക്കെ വേറൊരു തലത്തിലാണ്. ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി, വിളക്കുകെട്ട്, പുറത്തെഴുന്നള്ളത്ത്, തട്ട് നിവേദ്യം തുടങ്ങിയ ചടങ്ങുകളാണ് ആറ്റുകാൽ മഹോത്സവത്തിൽ നടക്കാറുള്ളത്. ഈ കാണുന്ന ഭക്തജനങ്ങളെ ഒക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും നിരവധി പേരാണ് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ 2ാം ദിവസമായിട്ട് പോലും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 10 ദിവസം കൂടി പിന്നിടുമ്പോൾ, അതായത് ആറ്റുകാൽ പൊങ്കാലയോട് അടുക്കുമ്പോൾ ഇനി ലക്ഷക്കണക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഭക്തജനങ്ങളായിരിക്കും തിരുവനന്തപുരത്തേക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ഭക്തജനങ്ങളും ഇനി പൊങ്കാല സമർപ്പണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ആ ദിവസത്തിനായി നമുക്കും കാത്തിരിക്കാം. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 4 പേർ പിടിയിൽ. വാഴവര സ്വദേശികളായ നന്ദുമോൻ സണ്ണി, വിഷ്ണു VS, അഭിജിത്ത് സുരേന്ദ്രൻ, ശ്രീജിത്ത് P ശശി എന്നിവരാണ് പിടിയിലായത്. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. പാറശാലയിൽ സ്കൂളിൽ നിന്ന് ചോദ്യപേപ്പർ മോഷ്ടിക്കാൻ ശ്രമം നടന്നുവെന്ന പ്രചാരണം തെറ്റെന്ന് പോലീസ്. അമരവിള LMS സ്കൂളിന്റെ ഓഫീസ് റൂം കുത്തി തുറന്ന് കയറാൻ ശ്രമിച്ചുവെന്നായിരുന്നു പോലീസിന് വിവരം ലഭിച്ചത്. എന്നാൽ പരിശോധനയിൽ ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്നിടത്ത് കാവൽ ഡ്യൂട്ടിക്ക് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിയതെന്ന് സ്ഥിരീകരിച്ചു. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് വീണ്ടും കൂറ്റൻ സ്രാവ് കരക്കിടിഞ്ഞു. 400 കിലോയോളം ഭാരമുണ്ട്. 2 മാസത്തിനുള്ളിൽ 10-ലധികം സ്രാവുകളാണ് കരക്കിടിഞ്ഞത്. വലിയ ചൂണ്ടയിൽ കൊരുക്കുന്ന സ്രാവിനെ മണിക്കൂറുകളുടെ പരിശ്രമ ഫലമായാണ് വള്ളത്തിൽ കയറ്റുന്നത്. 85,000 രൂപയ്ക്ക് സ്രാവ് ലേലത്തിൽ പോയി. CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ മകൻ നൽകിയ കൊട്ടേഷൻ പരാതിയിൽ മുൻ ജില്ലാ സെക്രട്ടറി P രാജുവിന്റെ ഡ്രൈവർ ധനേഷിനെതിരെ കേസ്. ഭീഷണിപ്പെടുത്തിയതിനും ഗൂഢാലോചന നടത്തിയതിനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഡിവിൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഭീഷണി സത്യമെന്ന് ബോധ്യപ്പെട്ടതായി പാർട്ടി ജില്ലാ സെക്രട്ടറി KM ദിനകരൻ പറഞ്ഞു. മുൻ ജില്ലാ സെക്രട്ടറി P രാജുവിന്റെ മരണശേഷം എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. നിലവിലെ ജില്ലാ കമ്മിറ്റിയോടും സംസ്ഥാന നേതൃത്വത്തിലെ ചില ഉന്നതരോടും P രാജുവിന്റെ മൃതദേഹം കാണാൻ വീട്ടിലേക്ക് വരരുതെന്ന് പോലും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവാദങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണ് പുതിയ പരാതി ഉയരുന്നത്. P രാജുവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി ഡ്രൈവറായിരുന്ന ധനേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡിവിൻ പരാതിപ്പെട്ടിരിക്കുന്നത്. തന്റെ ജീവൻ അപായപ്പെടുത്താൻ ചിലർക്ക് ധനേഷ് ക്വട്ടേഷൻ നൽകിയതായും പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പറവൂർ നോർത്ത് പോലീസ് ധനേഷിനും സുഹൃത്ത് വിതുലിനുമെതിരെ കേസെടുത്തു. അതേസമയം മകന്റെ പരാതി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഭീഷണി സത്യമെന്ന് ബോധ്യപ്പെട്ടതായും ജില്ലാ സെക്രട്ടറി KM ദിനകരൻ പറഞ്ഞു. പരാതി കൊടുത്തു എന്നുള്ളത് ഞാൻ വളരെ ഇന്നലെ വൈകിയാണ് അറിഞ്ഞത്. അതിനെ തുടർന്ന് ഞാനത് അന്വേഷിക്കുകയുണ്ടായിരുന്നു. ആ സഖാവിനെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് അക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയതായിട്ട് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നതിനെ തുടർന്നാണത് ചെയ്തത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതിപ്പോൾ എൻ്റെ മകൻ എന്ന നിലയിലേക്കല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായി പോകുന്നതിൽ നമുക്ക് തടസ്സമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ P രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വേദനിപ്പിച്ചുവെന്നും പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്നും ദിനകരൻ വ്യക്തമാക്കി. പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. CPIയിൽ ജില്ലയിലെ ശക്തി കേന്ദ്രമായ പറവൂരിൽ തന്നെയാണ് വിഭാഗീയത ശക്തമാകുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ചടയമംഗലത്ത് ലോറിയിൽ കടത്തുകയായിരുന്ന കോടികൾ വില വരുന്ന രാസലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. വാഹന പരിശോധനയിൽ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ലോറി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ്
കൊട്ടാരക്കര ഭാഗത്തു നിന്ന് വന്ന ടോറസ് ലോറി സംശയം തോന്നി പോലീസ് പിന്തുടർന്നത്. കടയ്ക്കലിൽ വെച്ച് ലോറി തടഞ്ഞു. വാഹനത്തിൽ നിന്നും 100ഓളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും കണ്ടെടുത്തു. ഡ്രൈവർ മഞ്ചേരി സ്വദേശി ബഷീർ അറസ്റ്റിലായി. പിടികൂടിയ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 5 കോടിയോളം രൂപ വില വരും. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന ലോഡാണ് പിടികൂടിയത്. ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. ഡാൻസ് ഓഫ് സംഘമാണ് പരിശോധന നടത്തിയത്. പിടിയിലായ ആളെ ചോദ്യം ചെയ്തു വരുന്നതായും ലഹരി കടത്തിൽ പ്രതികളായ കൂടുതൽ പേരെ പിടികൂടേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. ഇതിനായി സ്കൂൾ തലത്തിലും മറ്റും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ജില്ലയിൽ മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സമഗ്ര പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുകയാണ്. വിദ്യാർത്ഥികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് തടയുകയാണ് പരമപ്രധാനം. മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം തടയുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി സമഗ്ര പദ്ധതികളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ MSK ഉമേഷ് പറഞ്ഞു. ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്, അസംബ്ലി ലെവലിലും വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മന്ത് ഞാനും വിമലാദിത്യ സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ, ഞങ്ങളെടുത്ത മീറ്റിങ്ങിൽ മോഡ്യൂൾ തന്നെ ഇപ്പോൾ വരുന്ന അക്കാഡമിക് ഇയറിൽ, ഇപ്പോൾ എക്സാം ഇതാണ്, വരുന്ന അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ ചെയ്യാം. ഓൾറെഡി അവയർനെസ് ക്ലാസ്സസ് നോക്കിയാൽ ഒരു കൗണ്ട് തന്നു പോലീസ്. അത്ര വർക്കാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും മോർ ദൻ 10,000 ക്ലാസ്സസ് ഈ ജില്ലയിൽ എടുത്തിട്ടുണ്ട്. ജില്ലയിൽ മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിതരണം തടയുന്നതിന് മികച്ച പ്രവർത്തനമാണ് പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ജില്ലയിൽ എക്സൈസും പോലീസും ചേർന്ന് 10,000-ലധികം ബോധവൽക്കരണ ക്ലാസുകൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിശോധനകൾക്കൊപ്പം ബോധവൽക്കരണവും കൊണ്ട് മാത്രമേ വിദ്യാർത്ഥികളിൽ നിന്നും ലഹരി അകറ്റുവാൻ കഴിയുകയുള്ളൂവെന്നും കുടുംബവും സമൂഹവും ഇതിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ നിയമലംഘനം നടത്തിയ 106 സ്വകാര്യ ബസ്സുകൾക്കെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. ഉച്ചത്തിൽ പാട്ടുവെച്ച് ഓടിച്ച ബസ് മുതൽ യൂണിഫോം ധരിക്കാത്ത ജീവനക്കാരനെതിരെ വരെ പിഴ ചുമത്തി. എന്നാൽ RTOയെ കൈക്കൂലി കേസിൽ പിടികൂടിയതിന്റെ പ്രതികാര നടപടിയാണ് അനാവശ്യ പിഴ ചുമത്തലെന്നാണ് കേരള ബസ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം. സിറ്റിയിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ബസ്സുകളും നിയമം ലംഘിച്ചാണ് നിരത്തിലിറങ്ങുന്നതെന്നാണ് മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. 130 സ്വകാര്യ ബസ്സുകൾ പരിശോധിച്ചതിൽ 106ലും നിയമലംഘനം കണ്ടെത്തി. ഉച്ചത്തിൽ പാട്ടുവെച്ച് വാഹനമോടിച്ച ബസ്, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ്, ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ, യൂണിഫോം ധരിക്കാത്ത ജീവനക്കാർ എന്നീ നിയമലംഘനങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയത്. ബസ് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകി. പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്കായി RTO ഓഫീസിൽ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകി. എന്നാൽ ബസ് പെർമിറ്റ് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ട RTOയ്ക്കെതിരെ ബസ് ഉടമ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയാണ് പരിശോധന എന്നാണ് കേരള ബസ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ ആരോപണം. ഒരേ ബസ്സുകൾ പലതവണ പരിശോധിച്ച് ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ പിഴ ചുമത്തുകയാണെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K. നജീബ് പറഞ്ഞു. ഈ നടപടി തികച്ചും ബസ് ഉടമകളെ ദ്രോഹിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, ഒരു 10-15 ദിവസം മുമ്പ് എറണാകുളം RTO വിജിലൻസ് പിടികൂടി. അത് ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും വിജിലൻസ് അദ്ദേഹത്തെ നേരത്തെ നോട്ട് വിട്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെട്ട RTOയും അവരുടെ ഉദ്യോഗസ്ഥരും അവൻ്റെ അനുയായികളും ഇപ്പോൾ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ചെക്ക് റിപ്പോർട്ട് 20,000, 10,000 വെച്ച് നടത്തുകൊണ്ടിരിക്കുകയാണ്. പരിശോധനയുടെ പേരിൽ വ്യാപകമായി ബസ് ഉടമകളെയും ജീവനക്കാരെയും പീഡിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. പ്രതികാര നടപടി തുടർന്നാൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ബസ് ജീവനക്കാരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.